ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. സോംപൂർപേട്ടിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അരുണാടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവർ കുറേ നാളായി, അതായത് നമ്മൾ കല്യാണം ഉറപ്പിച്ച ടൈം തൊട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് 1.5 വർഷം എടുത്തു. ഇത്രയും നാൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും വരണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊട്ടും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോയതാണ്. അവിടെ നമുക്ക് അവർ ഡ്രിങ്ക്സ് എല്ലാം തന്ന് നമ്മൾ കുറേ നേരം ഹോളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് വീടെല്ലാം ഇങ്ങനെ ചുറ്റി നോക്കിയത്. തൊട്ടപ്പുറത്ത് അവരെ എസ്റ്റേറ്റ് ആണ്, പിന്നെ വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് മെല്ലെ നിങ്ങൾ പിറ്റേന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പിടിച്ച് വെക്കുന്നുണ്ടായിന്. ഇവർ രണ്ടാൾക്കാരും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ പോയതിൻ്റെ പിറ്റേന്ന് അവർ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയാന്ന് നിങ്ങൾ കറക്റ്റ് ടൈമിനാണ് ഇവിടെ എത്തിയതെന്ന്. അങ്ങനെ വീട്ടിൽ പുറത്തിറങ്ങിയിട്ട് ഓരോരോ സാധനങ്ങൾ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അവർ ഫ്രൂട്ട്സ് കുറേ വീട്ടിൻ്റെ മുന്നിൽ തന്നെ കുറേ ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കാണിച്ചു. ഇനി നമ്മൾ എസ്റ്റേറ്റിലേക്ക് പോവേന്ന്. ചെറിയ എസ്റ്റേറ്റ് അവർ പറഞ്ഞല്ലോ, ഇതിൻ്റെ വലുത് വേറെ ഉണ്ട്. അപ്പോൾ ഇത് ചെറുത് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം ഓരോന്ന് പ്ലാന്റ്സ് ഇങ്ങനെ കാണിക്കുകയാണ്. കോഫി ഇതാണ്, പിന്നെ അതുപോലെ ഓരോ മരമുണ്ട്, അതായത് പ്ലൈവുഡിൻ്റെത്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റ് എല്ലാം ചുറ്റിയടിച്ച് വരുമ്പോഴത്തേക്ക് ദീദീൻ്റെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ദോശ പോലത്തെ ഒരു സാധനമാണ്. എന്നാന്ന് ഇതിൻ്റെ പേര് അറിയില്ല, അവരെ കൂർഗ് സ്പെഷ്യൽ അപ്പം എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിന്. നമ്മളെ സാധാരണ നമ്മൾ അരിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഭക്ഷണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ തന്നെയാണ്. പക്ഷെ അവരെങ്ങനെ വിടുന്നുണ്ടായിട്ടില്ല. അപ്പം അവരെ സ്പെഷ്യൽ അപ്പവും നമ്മളെ മീൻകറിയും പിന്നെ അതുപോലെ മട്ടൻ കറിയെല്ലാം ഉണ്ടായിന്. പിന്നെ അത് മാത്രമല്ല, ഒരു സ്പെഷ്യൽ കോഫിയാണ് അവരെ തന്നെ എസ്റ്റേറ്റിൽ, പിന്നെ അവരെ കോഫി ബീൻസ് വെച്ചിട്ട് അവരെ ഫാക്ടറിയിൽ പൊടിച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കോഫി. നാട്ടിലുണ്ടാക്കുന്ന പോലെ പാലിൽ ഇങ്ങനെ കോഫി പൗഡർ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഫിൽറ്റർ കോഫിയാണ്. അപ്പോൾ അവരെ പാത്രം കണ്ടോ ഫിൽറ്റർ ചെയ്ത് വരുന്നത്, അതായത് കോഫി പൗഡർ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ ഒരു കോഫി അവർ ഉണ്ടാക്കുന്നത്. അപ്പം അത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്കിങ്ങനെ പറഞ്ഞിരുന്ന ഉണ്ടായിരുന്നു. ಒಂದು 10 minutes ಅಲ್ಲಿ ಫಿಲ್ಟರ್ ಈಸ್ അപ്പോൾ നമ്മളിത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോഫി കുടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്കൊരു കോഫി അവർ പാക്കറ്റ് തന്നെ തന്നിട്ടുണ്ടായിന്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് അവരിത് നമുക്ക് വേണ്ടി പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് അവരെ വീട്ടിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ പൂജ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെയും മരുനാടിനെയും പൂജ ചെയ്തു. അപ്പം ആ പൂജയെല്ലാം കഴിഞ്ഞതിൻ്റെ കുറിയെല്ലാം ഞാൻ നെറ്റിയിൽ കാണുന്നത്. അങ്ങനെ എനിക്കൊരു പൂവും കൂടി തന്നിട്ടുണ്ടായിന്. ആ താലത്തിൻ്റെ കൂടെ ഒരു പൂവും തന്നിട്ടുണ്ടായിന്. അതെൻ്റെ തലയിൽ വെച്ച് തന്നെയാണ്. അത് ഞാൻ അവസാനം എടുത്ത് കയ്യിൽ പിടിച്ചു. അങ്ങനെ കൂർഗിനോട് പായി പറഞ്ഞ് നമ്മൾ നേരെ ഇനി നമ്മളെ നാട്ടിലേക്ക് പോവേന്ന്. കുറച്ചൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ട്രിപ്പ് തന്നെയാണ് ഉണ്ടായിന്. എന്നാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.